ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞിരിക്കുന്ന കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും അതേപോലെ പൂക്കൾ വിരിയുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെയാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഒരു ലീഫ് പ്ലാന്റ് ആണ് ടാങ്കിൾഡ് ഹാർട്ട്. ഈ ഒരു വെറൈറ്റി അതേപോലെ തന്നെ ഇത് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ അതിൻ്റെ ഒരു വെറൈറ്റി, അതിലെ ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. അതേപോലെ തന്നെ അതിൻ്റെ ഗ്രീൻ ലീഫുകൾ മാത്രമുള്ളൊരു വെറൈറ്റി. ഇതിൽ നമ്മൾ വാങ്ങിച്ച സമയത്ത് പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ലീഫുകളൊക്കെ നല്ല രീതിയിൽ കാഴ്ച വളർന്നിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്ത സമയത്ത്. അതേപോലെ ഇപ്പോൾ നമ്മുടെ ബോഗൻവില്ല പൂവിട്ടിട്ടുള്ള കുറച്ച് ബോഗൻവില്ല വെറൈറ്റികളാണ്. ബോഗൻവില്ലയുടെ വലിയ തണ്ടുകൾ നമ്മൾ മുറിച്ച് അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള വെറൈറ്റികളാണ്. അപ്പം പല നിറത്തിലുള്ള വെറൈറ്റികൾ ഇതിൽ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതും അതേപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള വെറൈറ്റികളാണ്. വലിയ തണ്ടുകളിൽ ഇതേപോലെ നിറയെ ചെടികൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലുള്ള ബോഗൻവില്ല ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ അതിലൊക്കെ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് ആണ്. ഇത് നമ്മളൊരു ചെറിയ ചട്ടിയിൽ കുറച്ച് തണ്ടുകൾ വെച്ച് നട്ട് പിടിപ്പിച്ചതായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പൂക്കൾ വന്നിട്ടുണ്ട്. ഈ ചെടികൾക്കൊക്കെ അത്യാവശ്യമായിട്ട് നല്ല വെയിൽ തന്നെയാണ്. നല്ല വെയിലുണ്ടെങ്കിൽ ഈ പ്ലാന്റുകളൊക്കെ വളരും. അതേപോലെ തന്നെ നമ്മളെ അരിപ്പൂവ്, ലന്താന എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി, ഇതിൽ തന്നെ 3 വെറൈറ്റികളുണ്ട്. ഇപ്പോൾ ആ 3 വെറൈറ്റിയിലും പൂക്കളായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. നമ്മൾ പൂക്കളുണ്ടായി അതിൻ്റെ കൊഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൽ മുട്ടുകളൊക്കെ നിറയെ മുട്ടുകളായിട്ട് നല്ല ഭംഗിയിൽ തന്നെ വളർന്നു വരുന്ന പ്ലാന്റ്സാണ്. ഇതിൻ്റെ തൈകളും ആയാലും ഒക്കെ പെട്ടെന്ന് പൂക്കൾ വിരിഞ്ഞു കിട്ടും. ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ ചെറിയൊരു തണ്ട് ഇപ്പോൾ നട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു 2 മാസത്തോളമായിട്ടുണ്ടാകും. അത് താഴ്ച വളർന്നിട്ട് അതിൽ മുട്ടുകൾ വന്ന് വിരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ തൈകൾ നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്താണ്. നമുക്ക് ഹാർഡ് ബോണിങ് ചെയ്ത് കൊടുക്കാനുള്ള പ്ലാന്റ്സാണ്. മുട്ടുകളൊക്കെ വിരിഞ്ഞ് കൊഴിഞ്ഞിട്ടുണ്ട്. യെല്ലോ വെറൈറ്റി തന്നെയാണ്. അടുത്തതായിട്ട് ഫ്ലവറിങ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റോസാ ചെടികളും ആണ് ഇപ്പോൾ ഫ്ലവറിങ് ആയിട്ടുള്ളത്. നല്ല വൈറ്റ് റോസാണ്. അതിൽ നിറയെ മുട്ടുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ തരുന്ന വെറൈറ്റി ഉണ്ട്. അത്യാവശ്യം വലിയ റോസാണ്. ഏകദേശം കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുപോലെ യെല്ലോ, പിങ്ക്, ലൈറ്റ് പിങ്ക് വെറൈറ്റി. അതുകൂടാതെ നല്ലൊരു റെഡ് ചെമ്പരത്തി. നമുക്ക് ടെറസിന് മുകളിൽ തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്. നിറയെ പൂക്കളൊക്കെ ആയി നിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഡേസി വെറൈറ്റിയാണ്. ഇതിൽ തന്നെ നമ്മൾ ചട്ടികളിലും അല്ലാതെ ഗ്രോ ബാഗിലൊക്കെ നിറയെ വിത്തുകളിട്ട് മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലൊക്കെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. വിരിയുന്ന സമയത്ത് നല്ല ഡാർക്ക് കളറായിരിക്കും ഇതിൻ്റെ ഫ്ലവറിന്. പിന്നീട് ലൈറ്റ് കളറിലേക്ക് മാറുകയാണ് ചെയ്യുക. ഒരേ ചെടിയിൽ തന്നെ നമ്മൾ വിത്തുകൾ കളക്ട് ചെയ്ത് അത് വളർന്നു വന്നിട്ടുള്ള പൂക്കളാണ്. അപ്പോൾ ഇതൊരു ഓറഞ്ച് ടൈപ്പാണ്. നേരത്തെ കണ്ടത് ഒരു റെഡ് വെറൈറ്റിയാണ്. അതേപോലെ ഇതൊരു പിങ്ക് വെറൈറ്റിയാണ്. വളരെ ഈസിയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് വിത്തുകൾ മുളപ്പിച്ചെടുക്കുക എന്നുള്ളതും. അതേപോലെ കെയറിങ് ഒക്കെ വളരെ ഈസിയാണ്. ഒരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ നമുക്ക് വെച്ച് നട്ട് പാകി കൊടുത്താൽ തന്നെ പെട്ടെന്ന് മുട്ടുകളൊക്കെ വന്ന് കിട്ടും. നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. അടുത്തായിട്ട് നമ്മൾ ക്രീപ്പിംഗ് പ്ലാന്റുകളാണ്. അതിൽ തന്നെ പിങ്ക് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി, അതേപോലെ ഗോൾഡൻ കസ്കാർഡ് എന്നാണ് മറ്റൊരു വെറൈറ്റി. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ലീഫുകളാണ് വള്ളികളായിട്ട് ഇതേപോലെ പടർന്നു വന്നിട്ട് ഹാങ് ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് വളരുന്നത്. നമ്മൾ താഴേക്ക് പടർത്തി കൊടുത്താണ്. അതിൽ ഫ്ലവർ ആയിട്ടുണ്ട്. യെല്ലോ ഫ്ലവറാണ്. ഇതേപോലെ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും താഴേക്ക്. അതേപോലെ പുതിയ ശാഖകൾ വരും, അതിലും പൂക്കളാവും. നിറയെ പൂക്കൾ ഇതിൽ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മളെ പോയിൻസിറ്റിയ സീസണാണ്. പോയിൻസിറ്റിയയിലും നിറയെ ഫ്ലവറിങ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇലകൾ തന്നെയാണ് ഫ്ലവറായിട്ട് ഇതേപോലെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നത്. തണ്ടുകൾ പുതിയ തൈകളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്.
അതുപോലെ നമ്മുടെ ബാൽസം പ്ലാന്റുകൾ, ബിഗോണിയാണ്. ഈ ചെടികളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് തന്നെയാണ്. അതേപോലെ നമ്മൾ അടീനിയം ചെടികൾ, നമ്മുടെ ജമന്തിയാണ്, വൈറ്റ് ജമന്തി. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.